ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ എവിടോട്ടേക്കാ പോകുന്നത്? ഇന്ന് എല്ലാ കട നമ്മളിന്ന് പ്രൊമോഷൻ, ഫ്രീ പ്രൊമോഷൻ സ്റ്റേഡിയം ഫുള്ള് കവർ ചെയ്യാം. എബിബ്രോ എന്താ പറയാനുള്ളത്? നമുക്ക് സ്റ്റേഡിയം ഒന്ന് റൗണ്ട് ചെയ്യാം. കലൂർ വൈബ്സിന്റെ വക ഫ്രീ പ്രൊമോഷൻ എല്ലാ ഷോപ്പുകാർക്കും. കല്ലൂർ വൈബ്സിന്റെ വക എല്ലാവർക്കും ഫ്രീ പ്രൊമോഷൻ. DK ബ്രോ, അമ്മദ് ബ്രോ, എന്ത് മമ്മദ് ബ്രോ, ഏതാ വേണ്ടേതാ? കല്ലൂരിലെ ഹോം ടൂർ. ഇന്ന് ഹോം ടൂറാ. ഇന്ന് ഹോം ടൂർ എന്തൊക്കെ പറ പറഞ്ഞോണ്ടെന്ന് ഞാനിപ്പോ ഫസ്റ്റ് നമ്മള് എവിടെ കണ്ട ക്രിക്കറ്റ് ആണ് ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് വായി നോക്കാം, അതുപോലെ ഇങ്ങനെ നടക്കുക, റൗണ്ട് എന്ത് പറയുന്ന അഡ്മിൻ അല്ല, ഇതൊക്കെ നമ്മള് മോട്ടിവേഷൻ ആളുകൾക്ക് നമ്മൾ ഇതൊക്കെ എത്തിച്ചു കൊടുക്കണം. കണ്ട നേരെ നോക്കുവാണെങ്കിൽ ഷെഡിൽ കളി, മമ്മദ് ബ്രോ കോൾ ചെയ്ത് പോകുന്നത്, സ്റ്റേഡിയത്തിന്റെ വർക്കൊക്കെ നടക്കുന്നത്, വർക്ക് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഡീലേ ഉണ്ട്, ഇതിനകത്തൊരു വീഡിയോ വരുന്നുണ്ട് എന്റെ പ്രൊമോഷൻ. അതെ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, എന്താന്ന് വെച്ചാ ഇനി നമുക്ക് ആദ്യം കാണുന്ന ഷോപ്പ് ഇതാണ്. ആദ്യമേ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയ ഫസ്റ്റ് പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മൾ എവിടോട്ടാണ്? പ്ലേറ്റഡിലോട്ട് എത്തുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഒരു റൗണ്ട് ഫുള്ള് കവർ ചെയ്യും. അപ്പൊ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. അപ്പൊ എല്ലാരും ഇരുന്ന് കുത്തിയിരുന്ന് കാണും. ഇരുന്ന് കണ്ടേ പറ്റൂ. നമ്മള് സ്റ്റേഡിയത്തിന്റെ ഇത് അറിയണമെങ്കിൽ കണ്ടേ പറ്റൂ. അതെ. മമ്മദ് ബ്രോ, എല്ലാരും കോളിലാണല്ലോ ഈ വ്ളോഗ് എടുക്കുമ്പോ എല്ലാരും കോളിലോട്ട് വന്നിട്ട് ഫസ്റ്റ് പ്ലേറ്റഡ് ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ആണ് ഇവിടുത്തെ ചിക്കൻ. വേറെ നല്ല ടേസ്റ്റഡ് ആണ് ഫുഡ്. കുഴപ്പമില്ല. 10 എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? 10 എത്ര കൊടുക്കാൻ പറ്റും? 10 ഇപ്പോ ഒരു 8 കൊടുക്കാം. എന്തൊക്കെയാലും ഇന്ന് പൊളിക്കും. അടുത്ത നമുക്ക് ചോദിക്കേണ്ട മുർഷീദിന്റെ അടുത്ത് അടുത്ത കടയാണ്. കഴിക്കാത്ത കടയൊന്നും പറയില്ല. ഇവിടുന്ന് എല്ലാ കടയൊന്നും കഴിച്ചിട്ടുള്ള ട്രൈ ചെയ്തില്ല. അപ്പൊ അടുത്ത കെബാബോ? അടുത്തത് കെബാബു ചെയ്യാൻ പോകുന്ന ഒരു ഷോപ്പാണ്. കെബാബു കഴിച്ചിട്ടുള്ള ഒരാളേ ഉള്ളൂ, DK ബ്രോ. അടിപൊളി ഫുഡാ. എന്ത് മാർക്ക് എത്ര കൊടുക്കും? 10 ഒരു 7. എന്തായാലും പുതിയ ഷോപ്പാണ്, നമ്മള് ട്രൈ ചെയ്ത് വരുന്നേ ഉള്ളൂ. കഴിച്ച് നല്ല തിരക്കുണ്ട്. നല്ല അടിപൊളി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ചോദിക്കുന്നത് ആരുണ്ട് നമ്മുടെ ഇവിടെ? ഷമീർ ബ്രോ. അടുത്ത ഇവിടെ ഫിറ്റ് ആൻഡ് ഫണ്ടോ? അത് മറ്റേതാ ജിമ്മിന്റെ ഇതാ എവിടെ? അതായത് നമ്മള് ഈവനിങ് ടൈം ഒക്കെ വാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കൊച്ചിയിൽ. സത്യമായിട്ടും സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ വാക്ക് ചെയ്യാൻ നല്ലൊരു മോർണിംഗ് ഭയങ്കര പ്രോട്ടീൻ ജിമ്മിലുള്ളവരൊക്കെ മസ്റ്റായിട്ട് എത്ര കടയും നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നു. വട്ടത്തിൽ കറങ്ങി കടയിൽ ഫ്രീ പ്രൊമോഷൻ ആണ്. സ്റ്റേഡിയത്തിലുള്ള എല്ലാ ഷോപ്പും എന്ന ഫ്രീ പ്രൊമോഷൻ. ഇത് കാണുന്ന പ്രൊമോഷൻ വീച്ചാ. ഈ വീഡിയോ കാണുന്നവര് ഷോപ്പുകാരെല്ലാരും നമ്മളെ പേജ് ഫോളോ ചെയ്യും. കല്ലൂർ വൈബ്സും അംജു നിസാമും അതും ചെയ്യാം. മുർഷീദിന്റെ പേജും ഫോളോ ചെയ്തോ. ഓഫർ എബിയുടെ പേജും ഫോളോ ചെയ്തോ. DKയുടെ അടുത്ത ഷോപ്പ് എത്തിയിരിക്കുകയാണ്. അടുത്ത ബീറ്റ് ബോസ്. എന്താ പറയാ? അല്ല പോട്ടെ, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ബീറ്റ് ബോക്സ് ഫുഡ് വേറെ ലെവൽ കഴിച്ചിട്ടുണ്ടോ? ഒന്ന് കഴിക്കാൻ അഭിപ്രായം പറ്റില്ല. പൊളിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? വേണമെങ്കിൽ 2 ജപ്പാൻ അടിപൊളി ഫുഡ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഷോപ്പാണ് ബീറ്റ് ബോക്സ്. അവരെ വെറൈറ്റി മസാലയാണ് അവരെ. എന്താ പറയുക, അടുത്തത് ലബാബ. അത് പുതുതായിട്ട് വന്ന ഷോപ്പാണ്. അത് കഴിച്ചിട്ടില്ല. വരുന്നവരോ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ ഇത്ര ഇതുണ്ടോ? വേണോ ബ്രദർ, ഞങ്ങളുടെ അടുത്ത വ്ളോഗർ ജിന്നയുടെ പേജ് ഫോളോ ചെയ്തേക്കണം. എന്റെ പേജ് ഫോളോ ചെയ്യണം. ശ്യാം ജിന്ന. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ഇടുക, കമന്റ് ഇടുക,
സപ്പോർട്ട് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാം. എങ്ങനെ ഇരുന്ന ചെറുക്കൻ ഇപ്പൊ ഒരു മണ്ട പുതിയതായിട്ട് അപ്പച്ചട്ടി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പുള്ളി ഫുട്ബോൾ ചെയ്യുന്നുണ്ട്. 9,000+ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. 9,000 പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാര്യമില്ല. ഇങ്ങനെയുള്ള കുറെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അടുത്ത് ഹാർബർ, മാർട്ടിൻസ് ഹാർബർ. ഇവിടുന്ന് ഫുഡ് കഴിച്ചാരാ? ഇതും പുതുതായിട്ട് വന്നതാണ് സ്റ്റേഡിയത്തിൽ. ഇവിടുന്ന് പുതിയതായിട്ട് വന്നയാ. ഇതും സ്റ്റേഡിയത്തിൽ പുതുതായിട്ട് വന്ന പ്രൈസ് അടിപൊളിയാ. പ്രൈസ് കഴിച്ചിട്ടുണ്ടോ? അടിപൊളിയാണോ? എത്ര മാർക്ക് കൊടുക്കും? നമുക്ക് 10-ൽ 7.5 കൊടുക്കാം. 7.5 പിന്നെ നമ്മൾ കൊടുക്കാം. ലിങ്ക് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അൽത്താസയുണ്ട്. കാരണം നമുക്ക് അതിലും ആ റോഡ് പോകുന്നവർക്ക് എന്തൊക്കെയാണ് പുട്ടും അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. നന്നായി വരട്ടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോയിക്കോ ബ്രദറെ. അപ്പൊ പറ. യെസ്. അപ്പൊ നമ്മളിന് അടുത്തത് 49. മെലാബ എന്തുവാ? അതൊക്കെ പുതുതായിട്ട് വരുന്നേ ഉള്ളൂ. പുതുതായിട്ട് വന്നതാണ്. പക്ഷേ പുതുതായിട്ട് വന്ന ഷോപ്പാണ്. എന്താ പറയാ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 49 റുപ്പീസിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഐറ്റംസ്, ജ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് ഇത്. ഈ സ്റ്റുഡൻസിനായാലും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് കുറഞ്ഞ ചെലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്നത് ശരിയാണ്. ഓക്കെ. നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ മോഡലിംഗ് ഫീൽഡിലുള്ള മുർഷിദാണ്. ഫ്രീ ആണ്, അതുപോലെ എല്ലാം ആണ്. ഈ ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്തോ. സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാവരും ഇതുണ്ട് ഇവിടെ. എൻജോയ് പലതരം. ബ്രോ പറയൂ. ഇവിടുത്തെ ഫുഡ് കഴിച്ചില്ല. നമുക്കിപ്പോ ട്രൈ ചെയ്താലോ? ട്രൈ ചെയ്യുന്ന ഇപ്പൊ ട്രൈ ചെയ്യാം. പൈസ ആരും കൊടുക്കും? പൈസ കൊടുക്കാൻ നമുക്ക് ആളുണ്ട്. കഴിക്കൂലേ? കഴിക്കുവോ? ഉറപ്പല്ലേ? എന്നാ വാ. ബ്രദർ ഫുഡ് അല്ല, എനിക്ക് ക്യാപ്റ്റനെ മതി. ബാ, എന്തൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ടുള്ള കാര്യം. നമുക്ക് എന്തെങ്കിലും പറഞ്ഞോണ്ടെങ്കിൽ ഇരിക്കാം. ബ്രോ പറ. അപ്പൊ നമ്മള് ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് പോവാണ്. കാരണം എബിക്ക് ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കൊടുക്കുകയാണ്. അവനെ കൊണ്ട് നമ്മൾ കുടിപ്പിക്കുന്നത്. 10-ൽ മാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പുള്ളി സ്പെയിനിലായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഇവിടത്തെ 1 വീക്ക് ആയുള്ളൂ. 1 month ആയി. 1 month ആയില്ലേ? പഠിച്ചു എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ കുടിക്കാൻ സാധനം ഒന്നും മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാട്ട് കോപ്പിറൈറ്റ് പെട്ടെന്ന് വന്നില്ല. അത് മതി. പെട്ടെന്ന് ഏതൊന്നും നൽകി. ഇവിടുന്ന് കഴിച്ച ആൾക്കാര് അയ്യോ ബ്രദറെ, ഇൻസ്റ്റൈഡി കൊടുക്കാന്നൂടെ വന്ന. നമുക്കത് കൊടുക്കാലോ. നമുക്ക് എന്തായാലും കൊടുക്കാം. സാരിക, ഉബിക, പ്രണവ് സുരേഷ്, ബോഡി, കഷ്ക, പുഷ്പു, സുത്തി. ഇൻസ്റ്റൈഡി കേട്ടു. നമുക്ക് കലൂർ വൈബ്സിന് ഒരു ഇൻസ്റ്റൈഡി അതിൽ കൊടുത്താലോ? കലൂർ വൈബ്സ് മാത്രം. അപ്പൊ ഞാൻ എന്തോ നീ മുത്ത അതിൽ നിന്റെ കൂടി വരൂ. നിന്നെ നമ്മളതിൽ ഇൻക്ലൂഡ് ആക്കും. ഓക്കെ, നീ ബേജാറാവണ്ട. നമുക്ക് ശരിയാക്കാം. സബരു എപ്പോ നോക്കിയാലും പോവുക. പറഞ്ഞിട്ട് കാര്യമില്ല. ടൈം എടുക്കുവോ? ഒരു പാട്ടോടെ കഷ്ടമാണ്. ഡാൻസ് അല്ല, ഡീക്കർ സ്പോൺസർഷിപ്പ്. ഡീക്കർ ഇപ്പൊ ഡാൻസ് കളിക്കാൻ എന്താണ്? എനിക്കറിയില്ല മോനെ. അറിയുന്ന ഡാൻസ് അറിയാത്തോണ്ടല്ലേ അറിയാത്തോണ്ടല്ലേ. ഓൺ പ്ലേസ് എവിടെയാണ്? സ്പെയിൻ, കുന്നുകുളം. സ്പെയിൻ. കുന്നുംകുളം. ഓക്കെ, സ്പെയിനിലെ കുന്നുംകുളം എന്ന സ്ഥലത്താണ്. സ്പെയിനിൽ ഒരു പുതിയ സ്ഥലം വന്നിട്ടുണ്ട്, കുന്നംകുളം. നമുക്കറിയില്ലല്ലോ അങ്ങനെ സ്ഥലം ഉണ്ടോ ഇല്ലോ. അവന്റെ സ്ഥലം പറഞ്ഞു. സ്പെയിനിലാണ്. കുന്നുംകുളം അല്ലേ? കുന്നുകുളം 672-631-530. 6 നമ്പരാ. അല്ല, അവിടുത്തെ പിൻകോഡ്. അവിടെ ഈ പിൻകോഡൊക്കെ നിർമ്മിച്ചു അല്ലേ? കാസർഗോഡ് അല്ല, മലപ്പുറം. അയ്യോ ഡീക്കർ ബ്രോ ചലഞ്ച് കൊടുക്കുന്നൂടാ. പറ എന്താ കൊടുക്കണ്ടേന്നാ? മുർഷിക്ക് ചലഞ്ച് കൊടുക്കും. എന്നാ 30 സെക്കൻഡിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഷേക്ക് തീർത്താ 200 രൂപ. 30 സെക്കൻഡ് ഉണ്ടാ? 30 സെക്കൻഡിനുള്ളിൽ ഷേക്ക്. തണുപ്പ് അധികം ഉണ്ടാകാൻ പാടില്ല. നീ തണുപ്പ് കുടിക്കുന്ന ആളാണ്. അല്ല അങ്ങനല്ല, 30 സെക്കൻഡ് കുടിക്കണ തണുപ്പ് അല്ലേ? ഞാൻ പറയാം 30 സെക്കൻഡിനുള്ളിൽ ചെറുക്കാൻ കുടിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ അവിടെ ചലഞ്ച് കൊടുത്തു. ഞാൻ കുടിക്കും.
30 സെക്കൻഡ് നീ പറഞ്ഞു 30 സെക്കൻഡ് പച്ചവെള്ളം അതിന് കൊടുക്കണം. പച്ചവെള്ളാക്കി കൊടുക്കാൻ നല്ലോണം കണ്ടു ചലഞ്ച് ആയിട്ട് എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്താ പറയാനുള്ള നാളെ എങ്ങനാ നാളെ സൂപ്പർ അടുത്ത കടയൊക്കെ പ്രൊമോഷൻ ചെയ്യാറുണ്ട് അറി പേരറിയത്തില്ല എന്നെ ഇത്ര നാളെ കൂടുതൽ പേരറിയത്തില്ല സീരിയസ്ലി ഇതാ മമ്മതല്ലേ നമ്മളിങ്ങനെ മാറിയിരിക്കുന്നു പ്രശ്നമുണ്ടോ പെണ്ണ് സെറ്റാന്നില്ലടാ മമ്മദിനൊരു പെണ്ണിനെ വേണം. വയസ്സ് 24. വയസ്സ് 24, താഴെ കൊടുക്കുക 25, താഴെ കൊടുക്കുന്ന സ്റ്റഡി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ കല്ലൂർ വൈബ്സിന്റെ പേജിലോ മെസ്സേജ് അയക്കുക. നമ്പർ സഹിതം ഞാൻ തരുന്നതായിരിക്കും. ഡീസന്റ് ഒരു വലിയില്ല, കുടിയില്ല, കള്ളുകൊടിയില്ല, കളവ് പറയില്ല. ആ കളവ് പറയില്ല ഇവന് മുഖം കണ്ടാ അറിയാം കളവ് പറയില്ല. അതാ അപ്പം എന്തിനും വേറെ എന്തെങ്കിലും പറയണേ പെണ്ണുങ്ങളെ പറ്റി എന്തെങ്കിലും സങ്കല്പം എന്തെങ്കിലും സങ്കല്പങ്ങള് ഒരു സങ്കല്പമില്ല പെണ്ണ് കിട്ടിയാൽ മതി പെണ്ണായാ മതി. പെണ്ണായത് അപ്പൊ വേറെ മറ്റു ലൈനാ അല്ല അത് സ്റ്റെപ്പും ഇതുമായി അങ്ങനെയായി. അപ്പൊ അല്ല കൊച്ചിനെ കളിയാക്കല്ലേ കൊച്ചു ഇറക്കാനുള്ള പ്രണയം വേദന പിന്നെ നല്ല വേദന. സത്യം പറഞ്ഞാ എനിക്ക് ലൈൻ എന്റെ പൊന്നാണ് എനിക്കിപ്പോ ഒരു ലൈൻ ഉണ്ടായിരുന്നു അത് തേച്ചിട്ട് പോയായിരുന്നു. ഇപ്പൊ വേറെ ലൈനായി അത് വേറെ കാര്യം. ആ ലൈന് ഇപ്പൊ വേറൊരു തനായിട്ട് ഇപ്പം പ്രേമത്തിലാണ്. അവളിത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞു. അവള് കാണുന്നുണ്ടെങ്കിൽ അവക്ക് നഷ്ടം അത്ര തന്നെ. ഇത്രയും നല്ലൊരാളെ കിട്ടാതെ ഒരു നഷ്ടം അല്ലേ. സത്യം പറഞ്ഞ ഇവർ രക്ഷപ്പെട്ടു. കാരണം ആ തേപ്പൊട്ടീനെക്കാട്ടി നോക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ലൊരു വേറൊരാള് ഇപ്പൊ സെറ്റായില്ലേ. അത് മതി ഇരുപത്തെ വിഷമോ ചെറിയൊരു കണ്ണാടി ഇട്ടോണ്ട് കരച്ചിലൊന്നും വരാത്ത ഇല്ല. അതിനെപ്പറ്റി എന്താണ് സംഭവം? ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കാം, പൈസക്കാണ് വാല്യൂ കൊടുക്കുന്നത് അതോ സ്നേഹത്തിനാണ് വാല്യൂ കൊടുക്കുന്നത്? പൈസ ഇല്ലെങ്കിൽ കാലത്ത് ഇതുമില്ല, സ്നേഹം ഒരുമിച്ചിട്ടോ അല്ലേ? അത് നല്ലൊരു കാര്യം അല്ലയോ? പൈസക്കാണ് വാല്യൂ കൊടുക്കുന്നത് വെച്ചപ്പോൾ പൈസക്കല്ല. മുർഷിദ് ബ്രോ ലൈനൊക്കെ എങ്ങനെ വന്നു? ലൈനൊക്കെ എങ്ങനെ വന്നു? ഇല്ലടാ ബ്രേക്കപ്പ് ആയിട്ട് 3 വർഷമായിടാ. എങ്ങനെയായിരുന്നു? ആ പുതിയ കുട്ടിയൊന്നും ഇല്ലടാ. ഉണ്ടെങ്കിൽ ഉണ്ട് തന്നെ അറിയും. എത്രയും പാടിയില്ല. ഒരുത്ത മാത്രം ഒളിച്ച് ആലപ്പുഴക്കാരാ. ലൈനൊക്കെ എങ്ങനെ വന്നോളാ? സിംഗിൾ ആണോ? ഇന്ന് സിംഗിൾ ഡേയും കൂടാ. 11 ഇന്ന് എത്ര തീയതി? 11 ഇന്ന് സിംഗിൾ ഡേയും കൂടാ. ബ്രദർ ഞാൻ ചോദിച്ചു ഇവിടെ ലൈനെ പറ്റിയൊക്കെ ചോദിച്ചു എല്ലാവരും. എന്റെ ലൈൻ തേച്ചിട്ട് പോയിട്ട് ഇപ്പം എല്ലാവർക്കും ഓരോരോ തേപ്പ് ഇട്ടിട്ടിരിക്കും. ബ്രോക്കും തേപ്പ് ഇട്ടി കാണുമല്ലോ. ഇല്ലല്ല തേപ്പ് കിട്ടിയിട്ടില്ല. തേപ്പ് കിട്ടാൻ വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. നീ എന്തിനാണ് തേപ്പ് കിട്ടാൻ വേണ്ടി ഒന്നും കൊടുത്തത് പറയൂ. ഗായ്സ് തേപ്പ് കിട്ടിയതല്ല ഇങ്ങോട്ട് തേച്ചാ. അതാണ് സീൻ. ചലഞ്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അഖിൽ എന്ന് പറഞ്ഞ ആളാണ്. തേപ്പ് ഇട്ടിട്ടുണ്ടോ? പുള്ളി പുതുതായിട്ട് ബ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പേര് പറഞ്ഞു ഇതിനകത്ത് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം ഐഡി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ എല്ലാരും അക്വ വ്ളോഗ്സ് കയറി ഒന്ന് പറഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ അല്ല അവിടെ ഇപ്പൊ ചലഞ്ച് തുടങ്ങും. അവിടെ ചലഞ്ച് തുടങ്ങും. അവിടേക്ക് ടൈമർ ഇത് അത് ഇവിടെ ആദ്യം റിവ്യൂ ചെയ്യാനായിട്ട് ആ കുടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു. ഇല്ല ടൈം ആയിരിക്കണം. റിവ്യൂ ജസ്റ്റ് ഒന്ന് കുടിച്ചാ വെറുത്താണോ? കുഴപ്പമില്ല. 49 രൂപ വെറുത്താണ്. ഓക്കെ കടയുടെ പേരെന്തായിരുന്നു? 49. 49 49 രൂപ കടയുടെ പേര് 49 ആണ്. ഓക്കെ ചലഞ്ച് നടത്തുന്ന ആരാ? ഓക്കെ ടൈമർ 30 സെക്കൻഡിനുള്ളിൽ കുടിക്കണം. ഇന്ത്യ കുടി മാറി ഇതൊന്നും തുടങ്ങുന്ന സ്റ്റാർട്ട് ആക്കല എന്ന് മനസ്സിലാണല്ലേ. കുടിച്ചില്ലെങ്കിൽ തീർന്നു അല്ലേ? തുടങ്ങിക്കൂടെ? ടൈമർ ഓടുന്നുണ്ട്. 30 സെക്കൻഡ് ആണ്. 30 സെക്കൻഡ് നല്ല ഇറക്കിയാ മതി. മണ്ടബുദ്ധി ഇതെടുത്ത് കളഞ്ഞിട്ട് മോന്ത് എന്തോ ഞാൻ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യും. പൈസ പോയി. ഇല്ല കഴിഞ്ഞില്ല ആണ്ടാ 33 സെക്കൻഡോട് തീർത്ത്. പൈസ കൊടു ചെറുക്കന് പൈസ കൊടു. ഇന്ത്യ പൈസ ഞാൻ കൊടുക്കും. 200 വെറുതെ ഇന്നപ്പോ 200 ഇട്ട് എനിക്ക് ഇന്നലെ 500 ഇട്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സാധനം. ഒരു കാര്യം പറയാം, സാധനം അടിപൊളി.
കിട്ടി അത് തിരിച്ചു കൊടുക്കല്ലേ ഇനി അതില്ല. ഇനി എനിക്ക് എന്തായാലും ചലഞ്ച് ഉണ്ടോ? അല്ല എനിക്കൊരു ചലഞ്ചാ. എനിക്കൊരു ചലഞ്ചാ. എല്ലാരും ചലഞ്ച് ഒരു പെണ്ണിനോട് പോയിട്ട് പ്രപ്പോസ് അയക്കാം. അങ്ങനെ വേണ്ട. എനിക്ക് നല്ല അല്ല അടുത്ത കടയിലോട്ട് അടുത്ത കടയിലോട്ട് പോട്ടോ. നടക്കത്തില്ല. എനിക്ക് ഈ ഇടയ്ക്കാണ്ട് എത്ര അടി കിട്ടിയെന്നറിയോ? എന്തായാലും ബ്ലോഗാണെന്ന് അറിയാം. അപ്പൊ നീ എന്തായാലും പോയിട്ട് പ്രപ്പോസ് ചെയ്തു. നോ ഇഷ്യൂ. ചിലപ്പോ ആ തൊട്ടിപ്പുറത്തിരിക്കുന്നത് അവളെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്തിനാ വെറുതെ വഴി പോകുന്നതിനെല്ലാം മേടിച്ചു കൊടുക്കുന്ന മുറിശി എന്തിനാ വെറുതെ വഴിയൊക്കെ മേടിച്ചു കൊടുക്കുന്ന? ബാ നമുക്ക് ഞങ്ങൾ അടുത്ത കട പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നമുക്ക് സമയമില്ല, ഒട്ടും സമയമില്ല. നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അടുത്ത ഷോപ്പ് ഏതാണോ അറിയത്തില്ല. അപ്പൊ നമ്മുടെ കൊച്ചിയിൽ, അതായത് കലൂർ നിയറസ്റ്റ് ഏരിയ കൊച്ചി ഫുള്ളായിട്ട് ആഡ്സ് ചെയ്യണം താല്പര്യം ഷോപ്പുകാരനെ ഞങ്ങൾ ബന്ധപ്പെടുക. താഴെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെ നമുക്ക് ഡിസ്ക്രിപ്ഷനകത്ത് ചെയ്ത വീഡിയോസ് ഒക്കെ ഞങ്ങളുടെ പേജിലുണ്ട്. സെപ്പറേറ്റ് കൊച്ചി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പേജിലുണ്ട്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാം. വേണമെങ്കിൽ നമ്പരും വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നില്ലേ? അല്ലേ വേണ്ട, നമ്മൾ ടീംസ് ഒന്നുമില്ല. നമുക്ക് ഇത് പിന്നെ എല്ലാവർക്കും അറിയാം ഐസ് കാൻഡി. പക്ഷെ ഞാൻ ഇത് നല്ല അടിപൊളി സാധനം. ചെറിയ പേയ്മെന്റേ ഉള്ളൂ, വർത്താണ്. ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി സാധനം. ഞാൻ ഇവിടെ നല്ല കുടിച്ചോ. മറ്റേ നമ്മുടെ മലബാർത്ത് സ്നാക്സ് കഴിക്കാൻ താല്പര്യം തൊട്ടിപ്പുറത്ത്. ബഡ്ജറ്റ് ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആട്ടോ ഫുഡ്. നല്ല കല്ലുമ്മക്കായ ഒക്കെ ഉണ്ട്. കല്ലുമ്മക്കായൊക്കെ പ്രിയർക്കൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കാം. അത് നല്ലൊരു തീരുമാനം. അതെ, നമ്മുടെ കണ്ണൂരുകാർ നമ്മുടെ മെയിൻ കണ്ടന്റ്സ് അതുകൊണ്ട് അനങ്ങി അയാളെ കുടിച്ചു. പക്ഷെ 200 പോയ പോക്ക് ഒറ്റയടിക്ക്. അതെ, അതത്രേ ഉള്ളൂ. അത് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്കത് കട്ട് ചെയ്തിട്ട് എന്ത് ഇൻസ്റ്റാൾ ഇടാം. ഓക്കെ, അത് നല്ലൊരു തീരുമാനം. കണ്ടന്റ് ഒക്കെ ആകുമ്പോൾ പല കണ്ടന്റുകൾ വരും. ഇതിനകത്ത് തന്നെ അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഒരു ഹോട്ടലിലേക്കാണ്. അത് എല്ലാവരും കൂടെ ഒരുമിച്ച് പറയാം ബ്രദർ. അടുത്ത സ്പേസ് നമ്മളെല്ലാരും പോയത് നമ്മള് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റ്. അതെ, അറേബ്യൻ പാലസ് മന്തിക്കട. ബെസ്റ്റ് മന്തി സ്പോട്ട്, കൊച്ചിയിലെ ബെസ്റ്റ് മന്തി സ്പോട്ട് അറേബ്യൻ പാലസ്. അത് നമ്മുടെ സ്റ്റേഡിയത്തിലല്ല, കൊച്ചിയിലെ ബെസ്റ്റ് മന്തി അറേബ്യൻ പ്ലേസ് കുഴിമന്തി. അറേബ്യൻ പാലസ്, സോറി പ്ലാലസ്. ഞങ്ങൾ ഇവനെ വാടകയ്ക്ക് എടുത്തിയാണ്, അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ. നമുക്ക് ഷട്ടിലൊക്കെ കളിക്കാം. ബ്രദർ ബ്രദർ ക്യാമറ കൈമാറിയിരിക്കുന്നു. ഷട്ടിൽ ബാറ്റ് ഉണ്ടോ? സൂം ചെയ്താണെങ്കിൽ കാണിച്ചു തരാം. ഷട്ടിൽ ബാറ്റ് കളിക്കുന്നു. എല്ലാവരും കൈ എടുത്തോ. ഇല്ല ബൈ അറേബ്യൻ പാലസിലെ കുഴിമന്തി നമ്മളെ ഷോപ്പ് അറേബ്യൻ പാലസ് കുഴിമന്തി ആട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മള് ഇതെപ്പോ നോക്കിയാലും ഫോണിലും ഫുള്ള് എന്താ പറയാ റൊമാൻറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ അടുത്തത് കുലുക്കി, അതായത് ഇവിടുന്ന് ഞങ്ങൾ എല്ലാ പാവങ്ങളുടെ ചായ. അതെ, പാവങ്ങളുടെ ചായ സ്പോട്ട്. അതാ കുലുക്കിന്ന് ആരും കഴിക്കാത്ത ആരുമില്ല. അതെ, അത് ബൂസ്റ്റ് കുലുക്കി 24, അതായത് 24 മണിക്കൂർ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചായ സ്പോട്ടാണ് കൊച്ചി സ്റ്റേഡിയത്തിൽ, കലൂർ സ്റ്റേഡിയത്തിൽ. എല്ലാവരും എന്ത് ചെയ്യാം, അടിക്കാൻ പറ്റിയ ബൂസ്റ്റ് ചായ കിട്ടാത്ത എല്ലാവർക്കും സൂം ചെയ്ത് കാണിച്ചാൽ ബൂസ്റ്റ് കുലുക്കി നല്ല തിരക്കാട്ടോ അവിടെ. നല്ല വൈബാണ്. കുലുക്കി നമ്മൾ കുടിക്കാതെ ചായ ഇല്ലല്ലോ. അതെ, നമ്മൾ കറങ്ങി അവസാനം നമ്മുടെ സ്പോട്ട് എത്തുന്ന അടിപൊളി സ്പോട്ടാണ്. നല്ല വൈബാണ്, നല്ല ക്രൗഡാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ റൗണ്ടൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണിക്കൊന്നുമില്ല. നമ്മളൊരു 3-4 റൗണ്ടൊക്കെ അടിക്കുന്നതാണ്. ഇപ്പൊ കുറച്ച് ലേറ്റായി പോയി. കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ വൈബ് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ഉണ്ടായിരുന്നല്ലേ. തളർന്നെന്ന് വെച്ചാൽ ഇല്ല, ചെറുതായിട്ടല്ലേ, ചെറുതായിട്ട്. പക്ഷെ നമ്മള് വ്ലോഗ് എടുക്കുന്ന നമുക്ക് പിന്നെ സംസാരം കൂടി ചെയ്യുന്നുണ്ട്. നമുക്ക് വായി തോന്നുന്ന എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ചീത്ത മാത്രം ഒഴിച്ച് ഈ വ്ലോഗ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഈ ചീത്ത മാത്രം ഒഴിച്ചുള്ള പ്രശ്നം ഭയങ്കര വള്ളിയാണ്. ഇന്നലെ വായന അങ്ങനത്തെ വരത്തുള്ളൂ. നല്ല കുട്ടിയാണ്. എന്റെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാമല്ലോ. അതെ, കല്ലൂർ വൈബ്സേ. അതേ പറഞ്ഞത്.
അപ്പൊ അടുത്ത ഞങ്ങളുടെ ടീം ഞങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾ നമ്മൾ തീർക്കാനുള്ള വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം കൂടെ ഉള്ളവരെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അല്ല അവരും വേറെ വഴിക്ക് പോയതാണ്. അടുത്തത് കണ്ണാടി ചെറുപൂരൊക്കെ സൂപ്പറാണ്, സൂപ്പർ റിഫ്രഷർ. അവിടെയും ചായ സ്പോട്ട് കേട്ടോ, അവിടെ ചെറിയ ചായ സ്പോട്ട്. ബേബി ഹോട്ടൽ പായസം എന്തുവാ മനസ്സിലാവുന്നില്ലല്ലോ. അടുത്തത് ഒരു ബ്ലോഗ് എടുത്തിട്ട് വരട്ടാ. 2 ബ്ലോഗ് സ്റ്റേഡിയം ബ്രദറേ ദാ വന്ന്. ഹലോ മോഡലാണ്. എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു. ഉണ്ടെങ്കിൽ ഇവനെ വിളിക്കുക. ഡ്രസ്സിന്റെ പരസ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഡ്രസ്സിന്റെ ഷോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ വിളിക്കുക. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഒരു മല നിൽക്കാൻ തരും. ഇവൻ മോഡലാണ്. ഇത് വേണം ഒരു മോഡലാണ്. എന്തെങ്കിലും പറഞ്ഞോ ബ്ലോഗിനെ പറ്റി? എല്ലാരും കല്ലൂർ വൈബ്സ് മാത്രം. ചങ്കിനെ മൊത്തത്തിൽ ഫോളോ ചെയ്യാം. ഇത് ബേക്കറി, സ്റ്റേഡിയം ബേക്കറി. ഇത് സ്റ്റേഡിയത്തിന്റെ ബാക്ക്. ഇതല്ല, ഇത് ഫ്രണ്ട്. സ്റ്റേഡിയത്തിലെ നല്ലൊരു ചായ സ്പോട്ട്. പേസ്ട്രി, ചിപ്സ്, അതുപോലെ ചായ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ അന്യ ചായ, പാല് കൂട്ടിട്ട് തരും. പിന്നെ കടിയില്ലേ അതിനേക്കാളും പവർ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, നല്ല ഫുഡാണ്. ചിപ്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതിനാണ് പൈസ. അല്ല, ഒരാൾ മാത്രം വെറുതെ ഇരുത്താമോ? ശരിയല്ല ബ്രദർ, എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ച് എല്ലാം കഴിച്ച്. ഫുഡ് അടിപൊളിയാണ്. വെറൈറ്റി എന്താ ഇവിടുത്തെ? വെറൈറ്റി എന്താ? ഇവനാണ് ഇവിടുത്തെ മെയിൻ. പോപ്കോൺ, പോപ്കോൺ പോപ്കോൺ 110 ലാഭമാണ്. വയർ നിറച്ച് കഴിക്കുക, നല്ല സ്നാക്സ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഞങ്ങൾ ഓരോരോ ഇന്ന് ഹോം ടൂറാ കല്ലൂർ വൈബ്സില്ല. ഇന്ന് കല്ലൂർ വൈബ്സിന്റെ ഹോം ടൂർ അറിയത്തില്ലേ? ഇന്ന് കല്ലൂർ വൈബ്സ് എണിച്ചിട്ട് 4 വർഷമായി. കല്ലൂർ വൈബ്സിന്റെ ഹോം ടൂർ ആണ്. ഹോം ടൂർ ഒക്കെ നമ്മൾ ഇവിടുന്ന് റൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 4 ഭാഗത്തും പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നടക്കുക. ഇവിടെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ വീഡിയോ കണ്ടിട്ട് സ്റ്റേഡിയത്തിൽ വന്നിട്ട് പരിപ്പറ്റിന്ന് പറയാം. ഇവിടെ ട്രഷർ ഹണ്ടിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുറച്ച് ട്രഷർ ഹണ്ട്സ് ഒക്കെ പ്ലാനിങ് ഉണ്ട്. പല രീതിയിൽ നോക്കാം. ക്യാഷ് ഹണ്ട് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ പ്ലാനിങ്ങിലാണ്. ഓക്കെ. അടുത്ത നമ്മൾ ഇഡ്ഡലി കഫേ. ഇവിടെ നിന്ന് കഴിക്കാത്തല്ല, എല്ലാ സെലിബ്രിറ്റി ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത്. തൊപ്പി ആയാലും എല്ലാ ഫിലിം ഫീൽഡിലുള്ള പലരും ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ട്. ആരായിരുന്നു? വേറെ ആരായിരുന്നു? ഇഡ്ഡലി കഫേ പ്യുവർ വെജ്. അതായത് അടിപൊളി റെസ്റ്റോറന്റ് ആണ്. രാവിലെ 7 മണി, അതിന് മുന്നേ തുറക്കാറുണ്ട് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് സാധനം, വലിയ സോഫ്റ്റ്, വലിയ ബഡ്ജറ്റ് ഒന്നുമല്ല, നോർമൽ. പക്ഷെ എല്ലാരും ഇവിടുന്ന്, എല്ലാ സെലിബ്രിറ്റീസും ഇവിടുന്ന്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതാണ് എല്ലാരും അറിയപ്പെടുന്നത്. സർവീസ് അടിപൊളി. ഈ ഫുഡ് കൊടുത്തിട്ട് മാത്രം കഴിക്കുന്നത്, സർവീസും വേണം. പിന്നെ ഒരു ബഹുമാനം, റെസ്പെക്ട് ഈ തരുന്നവർക്കൊക്കെ. അങ്ങനെയുള്ളവർക്ക് നമുക്ക് പോയിന്റ് കൊടുക്കും. 10 കൊടുക്കും. ബിഗ് ഫലൂഡ ഇവിടുന്ന് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും നല്ല ജ്യൂസ് ആണ്. വെറൈറ്റി ഷേക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട്. സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ ഉണ്ട്. നല്ലൊരു ഫുഡ് സ്പോട്ടാണ് കൊച്ചിയിൽ, നമ്മളെ കല്ലൂർ സ്റ്റേഡിയത്തില്. എല്ലാരും മാറി. നമ്മൾ ഓളം കുറഞ്ഞെന്ന് വിചാരിക്കണ്ട. നമ്മൾ ഇനി കുറച്ച് 3-4 റെസ്റ്റോറൻറ്റ്സ് മാത്രം പരിചയപ്പെടുത്താനുള്ളൂ. ഇനി ഓളം കുറഞ്ഞല്ല. ഗൈസ് അറിയാലോ, റെസ്റ്റ് ഇല്ലാതെ വ്ളോഗ് പിടിക്കുമ്പോൾ കൈ നല്ലോണം കഴിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ അവനിക്ക് വലിയ കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനിക്ക് ഫുൾ ഉത്തരവാദിത്തം കൊടുത്തേക്കണത്. എന്റെ അറിയാലോ ഗൈസ്, എന്റെ ഷോൾഡർ ആക്ച്വലി ഞാൻ സ്റ്റാർട്ടിങ് ആണ്. ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യണമെന്നോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ. സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. ഇല്ല നല്ല അടുത്ത എവിടെയാണ്? ചിക്കീസ്. അതിന്റെ അപ്പുറത്ത് തേടി പോകുന്നവർ ആദ്യം വന്നിട്ട് സ്റ്റേഡിയത്തിന്റെ നിൽക്കുക, എന്നിട്ട് റൗണ്ട് ചെയ്യുക. അപ്പൊ ചിക്സിനെയും കിട്ടും. നമുക്ക് ഇവിടെ ഒരു ചലഞ്ച് കൊടുത്താലോ? ഒരു ദിവസം ഇവിടുന്ന് കഴിച്ചിട്ട് ഓടണം, ഓടിയിട്ട് വീണ്ടും വന്ന് കഴിക്കണം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് ചിക്സിനെ സെറ്റ് ആക്കണം അല്ലേ? ഇത് പിന്നെ ഈഡ്സിലെ വെയിറ്റ് ബേക്കറി എല്ലായിടത്തും ഉണ്ട്. എടപ്പള്ളിയിലുണ്ട്, പല സ്ഥലത്തുണ്ട്. അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം. നല്ലൊരു ഓൾറെഡി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് ഫുഡ്. നമ്മൾ കഴിച്ചിട്ടുള്ള ചായ ഒക്കെ പക്ക സാധനമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് JBL. അയ്യോ, അത് പ്രൊമോഷൻ അല്ല. JBL എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. നമ്മൾ നെക്സ്റ്റ് പിന്നെ ചിക്സിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ടീ കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. അത് അടിപൊളി സാധനമാണ്. ഞാൻ കുടിച്ചിട്ടില്ല, കുടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. പല ഫ്ലേവർ ഉണ്ട് അവിടെ. റംസി കോപ്പി, അത് പുതിയ കുറച്ചായിട്ടുള്ളൂ. റംസി ആളില്ല, പക്ഷെ നമുക്ക് ആള് വരുത്തും നമ്മൾ ഇതിലൂടെ. അതെ, അതാണ് നമ്മുടെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഇവരൊക്കെ ഹെവി റെന്റെല്ലാം കൊടുത്തിട്ട് ഇവിടെ വന്ന് ആളുകൾ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ കല്ലൂർ വൈബ്സിന് ഒരു കട ഇട്ടാലോ എന്ന് ആലോചിക്കുക.
ആലോചന ഉള്ളു. അതെ ഒരു ചായകുടിയിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ വന്ന് ഹെവി റെന്റ് കൊടുക്കുമ്പോൾ നമ്മളതൊക്കെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക, അല്ലേ? എല്ലാവരും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. കഫേ കൾച്ചർ അതും പുതിയതാണ്. അതെ. പിന്നെ നാടൻ ഊണ് നമ്മുടെ സഫ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സഫയാണ്. സഫ അതായത് മോഡലിനൊക്കെ വേണമെങ്കിൽ സഫനൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, മൈക്ക് പോയി. എനിക്കൊന്നും പറയാം, എൻ്റെ ബ്ലോഗിലാളാ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താ ഇത് മോഡലാണ് സഫ. സഫന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഷ് ഇപ്പൊ ലൈറ്റ് വേണമെന്നാ പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു. ലൈറ്റ് അടിച്ചോ? അത് സീനില്ലേ? നൈസ് ടു മീറ്റ്. എൻ്റെ പേര് അംജു നിസ. സ്റ്റേഡിയത്തിലെ വൈബിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്റ്റേഡിയത്തിലെ വൈബിനെ കുറിച്ച് എന്താ പറയാ? ഇല്ല നിന്നെ കാണിക്കത്തേ ഇല്ല. എങ്ങനെയല്ല വന്നിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? സ്റ്റേഡിയത്തിലെ വൈബ് അല്ല, നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. പറയൂ. സ്റ്റേഡിയം നിന്റെതാണോ? അതായത് ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് സ്റ്റേഡിയത്തിൽ കിടക്കുന്ന ആൾക്കാർ. കുഴപ്പമില്ല, എന്റെ ബ്ലോഗല്ലേ, കുഴപ്പമില്ല, 100 രൂപ കാണത്തുള്ളൂ. ഒരു കാര്യം നോക്കട്ടെ, ഒറ്റ കാര്യം. ഈ റിലേഷൻഷിപ്പിനെ പറ്റി എന്താ പറയാ? എങ്ങനെ ഇരിക്കുന്നു? അതിനെ കുറിച്ച് പറ. റിലേഷൻഷിപ്പ് നല്ലൊരു ഇതാണ്. നല്ലൊരു എന്താ ഇത് പഴയ അക്ഷരം കണ്ട ഇപ്പൊ എന്താ ചോദിക്കാൻ തോന്നുന്നത്? എന്താ പറയാനുള്ളത്? എനിക്കൊരു പെണ്ണുണ്ടായിരുന്നു, എന്നെ തേച്ചിട്ട് പോയി. പക്ഷെ അവളിപ്പോ വേറെ ലൈനാ, വേറെ ഒരുത്തന്റെ ലൈനാ. അവിടെ പക്ഷെ ഞാൻ വേറെയായിട്ട് ഇപ്പൊ സെറ്റാ. അവള് തിരിച്ചു വന്നു. റിഗ്രറ്റ് അടിച്ചു നോക്ക്. കർമ്മ ഞാൻ എടുക്കണ വേണ്ട. നീ ഇങ്ങോട്ട് 2 കൊണ്ട് നടക്കും. മോട്ടിവേഷൻ 4 പേരുണ്ട്. 5 ആക്ക്. 4 കഴിയുന്ന കല്ലൂർ വൈബ്സിൽ അഡ്മിനെ പറ്റി എന്താ പറയുക? അഡ്മിൻ നല്ലൊരു അഡ്മിനാണ്. വളരെ നല്ലൊരു ഇതാണ്. ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്രൂട്ടീഷ് ആണെന്നൊക്കെ പറഞ്ഞോളാം. ഞാൻ ബ്രൂട്ടീഷ് എന്തോ ഇല്ലാതെ പോകുന്നു. സംസാരിച്ചോ, ഞങ്ങൾ വേറെ ആരും ഡിസ്കസ്. ഓക്കെ, പറയൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ചിട്ട് ഗേൾസിനെ കണ്ടു കഴിഞ്ഞാൽ പോകത്തില്ല. നമ്മൾ പോവുകയാണെങ്കിൽ ബൈ. അടുത്ത ആൾ ഫ്രാങ്ക് കിഡ്സ് പുതിയതാട്ടോ. പല സ്നാക്സ് കാര്യങ്ങളെല്ലാം വെറൈറ്റി ആയിട്ട്. അതെ അതെ അതെ. പടച്ചവനെ, ഫ്രാങ്ക് കിഡ്സ് അല്ല, റോൾ ഫാക്ടറി കേട്ടോ. എല്ലാവരും ഇവിടെ വരിക, ചെറിയ ബഡ്ജറ്റ് റെസ്റ്റോറൻറ്റ് കണ്ടു. ഫ്രാങ്ക് കിഡ്സ് പിന്നെ അതുപോലെ കഫേ 29 കണ്ണൂർ കോക്ടെയിൽ ബിരിയാണി. എന്റെ മോനെ നമുക്ക് 10 5 കൊടുക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അത്രക്കും ഇതാണ്. നമുക്ക് നൂഡിൽസ് ഒക്കെ വരുന്ന മാഗി ഐറ്റംസ് ആയിരുന്നു. അപ്പൊ ഇത് ഫ്രാങ്ക് കിഡ്സിന്റെ ആൾക്കാർ കേൾക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം മാഗി മാറ്റി നൂഡിൽസ് മാഗി നൂഡിൽസ് ആയി കൊടുക്കുക. ഓർഡർ ചെയ്തിട്ട് മാഗി ഐറ്റംസ് കിട്ടുന്നത്. പുതിയ അംഗമായിട്ട് പുതിയ ആള് സംസാരിക്കാം. പഴയ അടുത്ത പടമൊന്നുമില്ല, ഔട്ട് ചെയ്യാനായിട്ടില്ല. എന്താണ് പറയുക? കഫേ 20 കോക്ടെയിൽ നല്ല അടിപൊളിയാ. എന്തോ കേട്ട വേറെ അങ്ങോട്ടില്ല. അത് മറ്റേ ഇത് വരുന്ന സ്പെയിൻ. വാ, അടുത്ത ദം ബിരിയാണി ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല. നമുക്കൊന്ന് കൊച്ചിയിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയിൽ ഒന്നാണ്. അതല്ല, കിട്ടുന്ന കട്ടൻ ചായയും പായസവും അതും പൊളിയാണ്. അതത്രേ ഉള്ളു. ഇനി നമ്മുടെ സ്വന്തം ഗള്ളി ഫുഡ് മാത്രമാണ് ഇനി. ഞങ്ങൾ എപ്പോഴും അവിടെ ഇരിക്കുന്നതാണ്. ഞങ്ങൾ എപ്പോഴും കാണാൻ ഞങ്ങൾ താല്പര്യമുള്ളവരെല്ലാരും എന്നെ ഗല്ലി ഫുഡ് വന്നിരുന്നോ? എന്റെ അറിയാലോ, ഞങ്ങളെ കാണുന്നില്ല. അതെ, ഞങ്ങളെ കാണാനും പിന്നെ ഞങ്ങളെ കാണാനും കെട്ടിപ്പിടിക്കാനും വേണമെങ്കിൽ ചലഞ്ചായിട്ട് വേണവരും അത്ര വേണ്ടവരും ഗല്ലി ഫുഡിലോട്ട് വരുക. അതെ, കഴിഞ്ഞ ഫുൾ പ്രൊട്ടക്ഷൻ ആണോ? ഓക്കെ, ഇവിടെ പോലീസ് ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടോ? ഇവിടെ കപ്പിൾ സെക്യൂരിറ്റി സീനൊന്നുമില്ല. പക്ഷേ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ കളറായിരിക്കും. പക്ഷേ ഈ വട്ടത്തെ മെഷമോന്ന് വെച്ചാൽ ISL വട്ടം കൂടി നമുക്ക് വാജിനോട് വയ്ക്കാം.
ഇത് ഗള്ളി ഫുഡിനെ കുറിച്ച് ആപ്പിൾസ് ഇവിടെ ഈ ഷോപ്പിന്റെ വരുന്ന ഇതേതായിരുന്നു ക്യാരറ്റ്സ് ആപ്പിളോ ഓക്കെ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇവിടുത്തെ ജ്യൂസ് അടിപൊളിയാട്ടെ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ജ്യൂസാണ് എനിക്ക് ഗള്ളി ഫുഡ് അടുത്താണ് ഗല്ലി ഫുഡ്. ഇതും പാവങ്ങളുടെ ഫുഡാണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത് ഇവിടെ ആണ്. ടോണി കണ്ടേ നമുക്ക് ലാസ്റ്റ് ടോണി കഴിച്ചിട്ട് നമുക്ക് എന്ത് അതാണ് ടോണി പോയോ എല്ലാവർക്കും ഒരു ഡബിൾ മീൻ ഡബിൾ 2 എല്ലാരും പോയോ? ബ്രദർ ബാ ഇനി അടുത്ത എങ്ങനെയുണ്ട് ഇവിടുത്തെ ഗള്ളി ഫുഡിലെ ചായയും കാര്യങ്ങളൊക്കെ? ഗള്ളി ഫുഡിലെ ചായയല്ലേ ദിവസം നമ്മൾ കുടിക്കുന്നത് നല്ല vibe അല്ലേ? കുടിക്കാത്തൊന്നുമില്ല, അതാണ് സീന്. അതെ ഇവിടെ നമ്മളെ കാണുന്നവരെല്ലാരും ഇങ്ങോട്ട് വന്നു. നമുക്ക് ടോണി ചേട്ടനെ കാണാം. ടോണി ചേട്ടൻ എന്ന് പറയുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മൾട്ടി മലയാള ഫിലിമില അല്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയ വ്യക്തിത്വമുള്ള ആളാണ് എന്ന് പറയുന്ന ആളാ, പറഞ്ഞു നടക്കുന്ന ആളാ. ഇവിടെ ഐഡിയ അത് വേണ്ട, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നല്ല കാര്യമില്ലേ? അത് കൊടുത്ത് പേയ്മെന്റ് കിട്ടിയാ? എല്ലാ വർക്കിനും പേയ്മെന്റ് വാങ്ങുന്ന ഒരാളാണ് ടോണി ചേട്ടൻ. പേയ്മെന്റ് മുഖ്യമാണ്. ടോണി ചേട്ടൻ എന്ത് വീഡിയോ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പേയ്മെന്റ്. സ്റ്റേഡിയത്തിലെ വൈബിനെ ഗുഡ് വൈബ്, നൈസ്. റിലാക്സ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു പോസിറ്റീവ്, നല്ല പോസിറ്റീവ് ഫീൽ ആണ്. ഫീലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ലോകത്തേക്കാണ്. അതേത് ലോകം? ഞങ്ങൾക്കറിയാത്ത ലോകം ഏതാ? ഒരുപാട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സ് അല്ലേ? സീരിയസ്ലി അത് ഞാൻ പറയാം. ഇവിടെ വെച്ച് ഞാൻ പറയാണ്, ഫ്രണ്ട്സ് എനിക്ക് ഇദ്ദേഹത്തിന് കിട്ടിയത് ഒരു വഴിയാണ്, ഇദ്ദേഹത്തിന് കിട്ടിയത് അതൊരു വഴിയാണ്. പക്ഷെ പണ്ട ബ്രദറാ അത് ഓർത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറെ കാലമായി എറണാകുളത്തേക്ക്, ഒരു 3.5-4 വർഷത്തോളമായി. ഇപ്പൊ തോന്നുന്നു വരണ്ടായിരുന്നു. അതല്ല പക്ഷെ അന്നൊക്കെ ഞാൻ വർക്ക് ചെയ്യാ, ഇപ്പൊ ഓരോ വർക്കാണെങ്കിലും അത് കയ്യാ റൂം പോയി കിടക്കുക. പക്ഷെ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പിലൊക്കെ പരിചയപ്പെട്ട് കല്ലു വൈബ്സിൽ വന്നതിന് ശേഷമാണ്. നിന്നെ പരിചയപ്പെട്ടിട്ടില്ല, പരിചയപ്പെട്ടില്ല. ഞാൻ കുറച്ച് വർക്കിലായിരുന്നു, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആർട്ട് വർക്ക് അല്ലേ? മൾട്ടിയിലെ മെയിൻ ആളില്ലാത്തതുകൊണ്ട് അഭിനയിക്കേണ്ടി വന്നു. അതെ അതെ, അങ്ങനെ എല്ലാ ഫീൽഡും കൈകാര്യം ചെയ്യുന്നതാണ്. ഒരു കാര്യം പറ, ആളില്ലാതെ അഭിനയിച്ചവരാണ് ഏറ്റവും കൂടുതൽ മുന്നിലോട്ട് അങ്ങനെ. എന്തായാലും ഭയങ്കര ഒരു പോസിറ്റീവ്. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞല്ലേ, ആ 4 വർഷമായിട്ട് വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പനമ്പള്ളിയിൽ താമസം, പനമ്പള്ളിയിൽ ഓൾറെഡി വൈബാണ്. പക്ഷെ എനിക്ക് ഒന്നും കൂടെ വൈബ് കിട്ടിയത് ഈ സ്റ്റേഡിയത്തിൽ ഈ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോഴാണ് നമ്മുടെ വിജയം. അപ്പൊ ഇതേപോലെ ബോറടിച്ച് നിൽക്കുന്നവർ, എന്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ സ്റ്റേഡിയത്തിൽ വരിക. നിങ്ങൾ വന്നിട്ട് ബോറടിക്കണ്ട, ടോണി ചേട്ടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗള്ളി ഫുഡിൽ വന്നിട്ട് ടോണി ചേട്ടൻ ഫ്രണ്ട് ഇങ്ങനെ ഇപ്പം കാണും. പിന്നെ ഒരുപാട് പേര് വന്നത് അതുപോലെ ആവും. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം. വിരഹത്തിൻ വേദനയറിയാ ഒരു വട്ടം കുഴപ്പമില്ല, ഒരു ഭാഗം എടുത്തേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്നു പറയാമോ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.